ഇന്നേ ഒരു ഫ്രിഡ്ജ് ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ രീതിയിൽ ഞാൻ എൻ്റെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതും അറേഞ്ച് ചെയ്യുന്നതൊക്കെയാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡില്ലേ, ആ ലിക്വിഡും കുറച്ച് വിനാഗിരിയും ഒഴിച്ചിട്ടാണ് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഈ രണ്ട് സൊല്യൂഷൻസ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് മാറ്റിയിട്ട് പിന്നെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നെക്സ്റ്റ് തുടയ്ക്കും. പച്ചവെള്ളത്തിൽ കുറച്ച് ഉപ്പ് കല്ലും കൂടി ഇട്ടിട്ട് തുടയ്ക്കും. പിന്നെ ലാസ്റ്റ് ഒന്ന് നോർമൽ വാട്ടറിലും കൂടെ തുടയ്ക്കും. അങ്ങനെ ഒരു 3 വട്ടത്തെ ഒരു തുടപ്പുണ്ട്. ഫസ്റ്റ് ആ ലിക്വിഡ് ഒഴിച്ച് തുടയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചെറിയ അഴുക്കൊക്കെ, ഒരു എണ്ണമയോ ചിലപ്പോൾ തൈര് വീണ എണ്ണ, ആ ഒരു മയം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാവും. പാലൊക്കെ വീഴും. അപ്പോൾ അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സോപ്പ് സൊല്യൂഷനും വിനാഗിരിയും കൂടെ ചേർത്ത് തുടയ്ക്കുന്നത്. പിന്നെ കല്ലുപ്പിട്ട് തുടയ്ക്കുന്നതെന്ന് പറയുമ്പം ആ ബാക്ടീരിയകളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് പോവാനും കുറച്ച് ചെറിയ അണുക്കളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പോകട്ടെന്ന് കരുതിയാണ് കല്ലുപ്പും വെള്ളവും കൂടെ ചേർത്ത് തുടയ്ക്കുന്നത്. പിന്നെ ലാസ്റ്റ് നല്ല പ്ലെയിൻ വെള്ളത്തിലും കൂടെ ഒന്ന് തുടയ്ക്കുമ്പോഴത്തേന് ഫ്രിഡ്ജ് സെറ്റാവും. അപ്പോൾ ഇത്രയും സാധനങ്ങളും ആ ഫ്രിഡ്ജിലിരുന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ കുറേ ബൾക്കായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ പൊടിച്ച് വയ്ക്കും. ഇത് എൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവന് കുറുക്കുണ്ടാക്കാനുമായിട്ടൊക്കെ വാങ്ങിച്ച് വയ്ക്കുന്നതൊക്കെ. ക്യാരറ്റ് കുറേ എടുക്കും. അപ്പം അതൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി ഒന്ന് വാഷ് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ ചെറിയ ചെറിയ കുപ്പികളും എല്ലാം ഉണ്ട്. ഇതെല്ലാം മാറ്റി ക്ലീൻ ചെയ്തിട്ടെടുക്കും. ഇത് താഴെ മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ ഉണക്കമീൻ, ഇതൊക്കെ ആയിരിക്കും വെച്ചേക്കുന്നത്. പിന്നെ മലക്കറി എന്ന് പറയുമ്പം ഞാൻ ആ വെജിറ്റബിൾ ഇടുന്ന ട്രേക്കകത്ത് ഈ കിഴങ്ങ്, ചേമ്പ്, ചേന, കാച്ചിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടത്തുള്ളൂ. പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ പണ്ടത്തെ 50 പൈസ കവർ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ചെറിയ കവറ്, ആ കവറൊക്കെ മാറ്റി വെച്ചേക്കും. ഇതുപോലെ വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കുമ്പോൾ ഓരോ വെജിറ്റബിൾസും വേറെ വേറെ കവറിലിടും. ഈ വെജിറ്റബിൾ ട്രേയിലിടുമ്പോൾ എല്ലാം കൂടെ പിന്നെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ എല്ലാം മെസ്സാവും. നമ്മൾ ആ തിരക്ക് പിടിച്ച് എടുക്കുന്ന സമയത്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ചു വാരിയിട്ട് പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേന് കുറേയൊക്കെ വേസ്റ്റേജൊക്കെ വരും. അങ്ങനെ വേസ്റ്റേജൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കവറിലാക്കുന്നത്. ചിലർ പോളിത്തീൻ ബാഗിലൊക്കെ ഇട്ട് വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ, ഈ കൂമ്പും പിന്നെ ക്യാപ്സിക്കം, കോളിഫ്ലവർ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോകുന്ന വെജിറ്റബിൾസാണ്. അപ്പോൾ ഇതുപോലത്തെ റാപ്പ് ചെയ്യുന്ന കവർ വാങ്ങിക്കാൻ കിട്ടും. നമ്മളെ പുറത്ത് വിദേശത്തൊക്കെ കുപ്പിയൊക്കെ പാക്ക് ചെയ്തൊക്കെ കൊണ്ടുപോകാനൊക്കെ സാധാരണ അത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലത്തെ കവർ വാങ്ങിച്ച് റാപ്പ് ചെയ്തൊക്കെ വെച്ച് കഴിയുമ്പോൾ കുറേ നാൾ ഈ വെജിറ്റബിൾസ് അങ്ങനെ വാടിയൊന്നും പോകത്തില്ല, ഫ്രഷായിട്ടിരിക്കും. പിന്നെ ഈ പച്ചമുളക് ഉണ്ടല്ലോ, പെട്ടെന്ന് അളിഞ്ഞു പോകാതിരിക്കാനുള്ളൊരു ടിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ പച്ചമുളകിൻ്റെ ആ കമ്പില്ലേ, തണ്ടെന്നൊക്കെ പറയുന്ന സംഭവം, അതങ്ങ് ഒടിച്ച് കളഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ ഈ പച്ചമുളക് വാടാതെ ഫ്രഷായിട്ട് കുറേ നാളിങ്ങനെ നിൽക്കും. ഞാൻ ഈ പെട്ടെന്ന് വാടുന്ന മലക്കറിയൊക്കെ ഫ്രീസറിന് തൊട്ട് താഴെയായിരിക്കും വെച്ചേക്കുന്നത്. അപ്പോൾ അത് കുറച്ച് അതിന് നല്ലൊരു കൂളിങ്ങും കിട്ടും. അങ്ങനെ പെട്ടെന്ന് ചീത്തയാവത്തൊന്നുമില്ല. ചിലർ ക്യാരറ്റൊക്കെ വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ ടിന്നിൽ വെക്കാറുണ്ട്, കുറേ നാൾ നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. അതെനിക്ക് അത്ര വർക്കായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇതുപോലെ കരിയാപ്പിലയൊക്കെ വാഷ് ചെയ്തിട്ട് ഞാൻ ടിന്നി വെക്കും. ഈ പ്ലേറ്റ് വെച്ചേക്കുന്നത്, ഈ കിണ്ണം വെച്ചേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും മലക്കറി എടുക്കുമ്പം അതിലെന്തെങ്കിലുമൊക്കെ കുറച്ച് ഉള്ളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാലൻസ് വരുമ്പോൾ അത് ഇതുപോലത്തെ ചെറിയ ടിന്നിലിട്ട് വെക്കും. അത് നമുക്ക് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.